ഒരു ബാല്യക്കാരൻ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു. നല്ലൊരു ബാല്യക്കാരൻ, നല്ല ബാല്യക്കാരൻ എന്ന് പറഞ്ഞാൽ നല്ല ബാല്യക്കാരൻ പ്രേമിച്ചു. കുറച്ചാണ് പിന്നെ ഒന്ന് നിസ്കാരം നിർത്തി. എന്തുകൊണ്ട്? ഓക്ക് നിസ്കാരം ഉണ്ടായിരുന്നില്ല, ഓൾ നിരീശ്വരവാദിയായി. അപ്പോൾ ഈ നല്ല തറവാട്ടുകാരനായ ഈ ബാല്യക്കാരൻ എന്തായി? ഒരു കാലം വരും, ആയി കഴിഞ്ഞാൽ ഒരാളെ സ്വന്തം കാമുകയും ഭാര്യയും കൊണ്ട് എവിടേക്കിടും? നരകത്തിൽ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എനിക്കറിയാം ചില പള്ളി ഇമാമിങ്ങൾ, നിരീശ്വരവാദികളായ പള്ളി ഇമാമികളെ എനിക്കറിയാം. അപ്പൊ ഇവര് ആ മഹല്ലിൽ തുടർന്ന് നിസ്കരിക്കണം. ആരെ തുടരുക? കാഫിറിനെ. ഖത്തീബാര കാഫിർ. നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പള്ളി കമ്മിറ്റിയിൽ കാഫിറുള്ള എനിക്കറിയാം. നിങ്ങൾ എന്തിനാ പേടിച്ചിരിക്കണേ? നിങ്ങൾ ചിരിക്കല്ലേ, ഇത് ചിരിക്കേണ്ട വേളാണോ? ഇന്ന് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് സംസാരിക്കുന്നത്. ഒരു മനുഷ്യർക്ക് ഈ ഭയത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. നമുക്ക് ചുറ്റും നമ്മളെ ചതിക്കുന്ന ആളുകളാണ് നമ്മളെ ചുറ്റും, നമുക്ക് ആരും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ. പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ കഴിയാത്ത ഒരു കാര്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കാര്യത്തിൽ അത്തരം ഒരു സംശയം മനുഷ്യൻ്റെ ഉള്ളിൽ കടന്നുകൂടിയാൽ പിന്നെയുള്ള ജീവിതം വളരെ പ്രയാസകരമായിരിക്കും. കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മുസ്ലിം മത നേതൃത്വം അങ്ങനെ ഒരു അങ്കലാപ്പിലാണ്. ഇത് എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ, എങ്ങനെയാണ് ഇതിനെ തടഞ്ഞു നിർത്തേണ്ടത്, ആരൊക്കെ വിശ്വാസമുള്ളവരുണ്ട്, ആരൊക്കെ വിശ്വാസമില്ലാത്തവരുണ്ട്. ഇത് തമാശ രൂപത്തിൽ ആദ്യകാലങ്ങളിൽ പള്ളിയിൽ ഇമാമ് നിൽക്കുന്ന ഉസ്താദുമാർ വയലു പറയുമ്പോൾ അവരുടെ അടുത്ത് ഏതെങ്കിലും ഒരു കുട്ടിയെ കൊണ്ടുവന്ന് വിശ്വാസ കാര്യത്തിൽ സംശയം ചോദിക്കുന്നു. അപ്പോൾ ഇവന് മതനിരാസം, അതിൻ്റെ ഒരു ചില അസ്ക്യതകൾ പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കൗൺസിലിങ്ങിന് വേണ്ടി അലിയാർ ഖാസിമിൻ്റെ അടുത്തും എം അക്ബർ സാഹിബിൻ്റെ അടുത്തൊക്കെ ആളുകളെ കൊണ്ടുപോയിരുന്ന ഒരു കാലം, അത് മൗലവിമാർ വളരെ തമാശയായിട്ടൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയി തുടങ്ങുന്നു, കാലിനടിയിലെ മണ്ണൊലിച്ച് തുടങ്ങുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ട് കാലം കുറച്ചായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടതും നമ്മളെടുത്ത് പലതവണ പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ഒരു പരിപാടിയാണ് കേരളത്തിലെ പ്രബല സുന്നി വിഭാഗമായിട്ടുള്ള സമസ്ത IK വിഭാഗം സുന്നികൾ, സമസ്തയുടെ മേൽനോട്ടത്തിൽ ലൈറ്റ് ഓഫ് മിഹ്റാബ് എന്നൊരു പരിപാടി സമസ്തയുടെ കീഴിലുള്ള മഹല്ലുകളുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഉലമാക്കളും ഉമറാക്കളും, ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ, ഉമറാക്കൾ എന്ന് പറഞ്ഞാൽ ഈ പള്ളി കമ്മിറ്റിയും അതുപോലെ തന്നെ ഈ മതത്തിൻ്റെ ബാക്കി അനുബന്ധ സംവിധാനങ്ങളൊക്കെ നോക്കി നടത്തുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, പണ്ഡിതന്മാരും പൗരപ്രമുഖരും ഇസ്ലാമിനെ കുറിച്ചുള്ള സംശയങ്ങളോ മതരാഹിത്യമോ ഒന്നും കടന്നു കയറാതിരിക്കാനുള്ള കൃത്യമായ പ്രതിരോധ പ്രവർത്തനമായിരുന്നു ലൈറ്റ് ഓഫ് മിഹ്റാബിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. അപ്പൊ ഇപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നാട്ടിൽ പറയില്ലേ കുറുന്തോട്ടിക്ക് വാദം പിടിച്ചാൽ പിന്നെന്താ ചെയ്യുക എന്നുള്ളത്. അപ്പം മിഹ്റാബിലെ ലൈറ്റാണ് ഈമാനിന്റെ കരുത്ത് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചിരുന്നവർ. മിഹ്റാബ് എന്ന് പറഞ്ഞാൽ പള്ളികളിൽ നമസ്കാരത്തിന് വേണ്ടി ഇമാം കയറി നിൽക്കുന്ന ഖിബിലയുടെ ദിശ, അല്ലെങ്കിൽ എവിടത്തേക്കാണോ തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുന്നത് ആ ദിശ കൃത്യമായിട്ട് നിർണ്ണയിക്കുന്ന ഒരു പ്രത്യേക ഭാഗം, പള്ളിയിലെ ഭാഗം, അവിടെയാണ് ഇമാമ് കയറി നിന്നിട്ട് ഖിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക. ഇതാണ് മിഹ്റാബ്. പിന്നൊരു സാധനം കൂടിയുണ്ട്, മിമ്പറും മിഹ്റാബും ഏതാണ്ട് അടുത്തടുത്ത് നിൽക്കുന്ന സാധനം. അപ്പം ലൈറ്റ് ഓഫ് മിഹ്റാബിലൂടെ മിഹ്റാബിൽ നിന്ന് പണ്ഡിതന്മാര് അവർ പ്രകാശം പരത്തിയിട്ട് വിശ്വാസികളായിട്ടുള്ള ആ മഹല്ലിലെ അല്ലെങ്കിൽ ആ പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ മതസമൂഹത്തെ ഈമാനിന്റെ വെളിച്ചത്തിൽ നിലനിർത്തുക, അവരെ ആ ഈമാനിന്റെ വെളിച്ചത്തിൽ പ്രകാശിപ്പിച്ച് നിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയിട്ടുള്ള ഇസ്ലാമികേതരമായ ആശയങ്ങളുടെ കടന്നുകയറ്റത്തെ ചെറുക്കുക എന്ന കൃത്യമായ ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കിയിരുന്ന ഒരു പരിപാടിയായിരുന്നത് ലൈറ്റ് ഓഫ് മിഹ്റാബ്. ഇനി ആ മിഹ്റാബിൽ നിന്ന് തന്നെ രിദ്ദത്തിന്റെ പ്രകാശം പുറപ്പെട്ടാൽ എന്തായിരിക്കും എന്നാണ് ഇപ്പോഴത്തെ ഒരാശങ്ക. എന്ന് പറഞ്ഞാൽ മിഹ്റാബിൽ കയറി നിന്ന് മുന്നിലിരിക്കുന്ന വിശ്വാസികളുടെ ഈമാൻ ഊതി പൊലിപ്പിക്കേണ്ടുന്ന ആളുകൾ തന്നെ ഈമാൻ ഇല്ലാത്തവരായാൽ, മുർത്തദ്ദായാൽ നമ്മൾ എന്ത് ചെയ്യും? മിൻബറിൽ കയറി നിന്ന് വിശ്വാസി സമൂഹത്തെ വിശ്വാസത്തിൽ അടിയുറപ്പിച്ച് നിർത്താനുള്ള പ്രഭാഷണം നടത്തുന്ന, ജുമുഅ പ്രഭാഷണം നടത്തുന്ന ഖത്തീബുമാര് അവർക്ക് ഈമാനില്ലാത്തവരും മുർത്തദുകളും ആയിപ്പോയാൽ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങോട്ടും തിരിയാൻ പാടില്ല, ഇങ്ങോട്ടും തിരിയാൻ പാടില്ല, ആരെയും വിശ്വസിക്കാൻ പാടില്ല. ആരൊക്കെയാണ് വിശ്വാസി, ആരൊക്കെയാണ് മുർത്തദ്, ആരാണ് മുനാഫിഖ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കേരളത്തിലെ മുസ്ലിം സമുദായം എത്തിപ്പെട്ടിരിക്കുന്നു. അതിന്റെ വലിയ ആശങ്ക പണ്ഡിതന്മാർ നിരന്തരമായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം. അതുമായി ബന്ധപ്പെട്ട് റഹ്മത്തുള്ളാഹി ഖാസിമി നടത്തിയിട്ടുള്ള ഒരു പ്രഭാഷണം, ഈ പ്രഭാഷണം വളരെ പ്രധാനമായിട്ട് ഇസ്ലാമിക സമൂഹത്തിനകത്ത് ഈ സുന്നി ഇതര അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്നിവർ പറയുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ പരമ്പരാഗത സുന്നി ആശയത്തിന് പുറത്തുള്ള മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയിട്ടുള്ള ആശയക്കാര്, അവർക്കെതിരെ സുന്നി വിഭാഗത്തിലുള്ള ആളുകളുടെ ഒന്നിപ്പ്, സുന്നി യോജിപ്പ്, അതിന്റെ മുന്നേറ്റം, പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട്
വിശ്വാസി സമൂഹത്തിന്റെ ഈമാൻ സംരക്ഷിക്കേണ്ടതിലേക്ക് എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടുന്നതിന്റെ ഒരു സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയിലെ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മൾ ഇനി കേൾക്കുന്നത്. അപ്പൊ ഇനിയുള്ള കാലഘട്ടം വളരെ വളരെ സൂക്ഷിക്കേണ്ടുന്ന ഒരു കാലഘട്ടമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതായത് നിസ്കാരമൊക്കെ ഉപേക്ഷിച്ച് എനിക്ക് നിസ്കാരമില്ല, ഓത്തുമില്ല, എനിക്കൊന്നും ഇതിൽ വലിയ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ കൂടി എന്തായാലും പഴക്കും. എന്നാൽ പിന്നെ നിസ്കരിക്കുന്ന ആളുകളുടെ കൂടെ കൂടാം, കൃത്യമായിട്ട് പള്ളിയിൽ പോകുന്ന സുബഹിക്ക് ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കാൻ പോകുന്ന ആളുകളുടെ കൂടെ കൂടി സാലിഹീങ്ങളുടെ കൂടെ കൂടി ജീവിക്കാം. അങ്ങനെ ആകുമ്പോൾ നമ്മളെ ഈമാൻ സംരക്ഷിച്ച് കിട്ടുമല്ലോ എന്ന ഉദ്ദേശത്തിൽ ആരെങ്കിലും അങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചാലോ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടിയാലും ചിലപ്പോൾ പഴച്ചു പോകും. വല്ലാത്തൊരു അതാബ് തന്നെ അല്ലേ. ഇനി എന്താ ചെയ്യാം? ആരൊക്കെ പഴപ്പിക്കുന്ന ഉസ്താദ് ഒരു ലിസ്റ്റ് പറയുന്നുണ്ട്, അതുകൂടി അത് കേൾക്കാം. ഇനി പലരും മനുഷ്യനെ കാഫറാക്കും, അതിൽ ശൈഖന്മാര് കാഫറാക്കും, ത്വരീഖത്തേര് കാഫറാക്കും, വിദ്യാർത്ഥികൾ കാഫറാക്കും. നിങ്ങളിന്റെ കൂടെ അല്ലേ? വളരെ ചിന്തിക്കണം. ഇനി ത്വരീഖത്തേര് മനുഷ്യന്മാരെ പഴപ്പിക്കണ കാലാണ് ഇനി വരാൻ പോണത്. അത് AP ഉസ്താദിനെ ഉദ്ദേശിച്ചാണ് എന്ന് AP വിഭാഗത്തിലെ ചില സുന്നികൾക്ക് ഇതിനോടകം തന്നെ ഇടയിളക്കം തുടങ്ങിയിട്ടുണ്ട്. ഷേഖന്മാര് പഠിപ്പിക്കുന്ന പറഞ്ഞാൽ പ്രധാനപ്പെട്ട 2 ഷേഖന്മാരാണ് കേരളത്തിൽ ഇപ്പൊ അറിയപ്പെടുന്ന ഷേഖന്മാരുള്ളത്. ഒന്ന് AP ഉസ്താദിന്റെ ഉസ്താദായിട്ടുള്ള CM വലിയുല്ലാഹി ഷെയ്ഖുനാ CM വലിയുള്ള, രണ്ടാമത്തെ ഷെയ്ഖ് അഷെയ്ഖ് മുഹമ്മദ് അബൂബക്കർ AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന രണ്ടാമത്തെ ഷെയ്ഖ്. അപ്പൊ ഷെയ്ഖന്മാരും മനുഷ്യന്മാരെ കാഫറാക്കുന്ന കാലം വരും എന്ന് പറഞ്ഞാൽ ഒരു ഒളിയമ്പ് ചെറുങ്ങനെ AP വിഭാഗത്തിന് നേരെ എയ്തതാണോ എന്ന് സംശയിക്കുന്നവരുണ്ടേ. അതുപോട്ടെ. പിന്നെ മുബത്തദികൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി പോലത്തെ പുത്തൻ പ്രസ്ഥാനക്കാര് എന്തായാലും മനുഷ്യന്മാരെ പഠിപ്പിക്കും, അവർ കാഫിറാക്കും. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. ഒരു ബാല്യക്കാരൻ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു. നല്ലൊരു ബാല്യക്കാരൻ പ്രേമിച്ചു. പിന്നെ ഒന്ന് നിസ്കാരം നിർത്തി. എന്തുകൊണ്ട്? ഓക്ക് നിസ്കാരം ഉണ്ടായിരുന്നില്ല, ഓൾ നിരീശ്വരവാദിയായി. അപ്പോൾ ഈ നല്ല തറവാട്ടുകാരനായ ഈ ബാല്യക്കാരൻ എന്തായി? ഒരു കാലം വരും, ആയി കഴിഞ്ഞാൽ ഒരാളെ സ്വന്തം കാമുകയും ഭാര്യയും കൊണ്ട് എവിടെ കിടും? നരകത്തിൽ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കാസിം ഇത് വളരെ ഹൃദയവേദനയോടുകൂടി ആശങ്കയോടുകൂടിയാണ് പറയുന്നെങ്കിലും ഇതൊരു തമാശ പോലെയാണ് എനിക്ക് തോന്നിയത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്നാണ്. എന്തിൽ നിന്ന്? ഒരാള് ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു. ഈ പെൺകുട്ടി പ്രണയിക്കപ്പെട്ട ഈ കാമുകിക്ക് ഈമാൻ ഉണ്ടായിരുന്നില്ല, അവര് നിരീശ്വരവാദിയായിരുന്നു. അതുകൊണ്ട് വിശ്വാസിയായ ഒരാള് ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് നടന്നിട്ട് ആ കാമുകിയുടെ നിരീശ്വരവാദം വിശ്വാസിയായ ഈ കാമുകനിലേക്ക് പടർന്നിട്ട് അയാൾ നിരീശ്വരവാദിയായി. എന്നിട്ട് അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. ലോജിക്ക് വർക്കാവുന്നില്ലല്ലോ കാസിമി. 2 കാര്യങ്ങൾ. ഒന്ന്, ഇവൻ പ്രേമിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇവൻ ഈമാൻ ഇല്ലാന്ന് ഉറപ്പിക്കുകയാണല്ലോ. കാരണം ഈ മള്ള ആരെങ്കിലും പ്രേമിക്കാൻ പോകുമോ? പ്രേമം കടുത്ത ഹറാമല്ലേ, അങ്ങനെ പ്രേമിക്കാൻ പാടുണ്ടോ? അപ്പൊ തന്നെ അവൻ ഈമാൻ ഇല്ലാത്തവനാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ പിന്നെ ഈ പെൺകുട്ടിനെ കുറ്റം പറയണതിൽ എന്താ കാര്യം? ഒരു കാര്യമില്ല. ഇനി അതും പോട്ടെ, ഈമാൻ ഇല്ലാത്ത ഒരാളാണ് അല്ലെങ്കിൽ ഈമാൻ ഉള്ള ഒരാളാണ് തെറ്റ് പറ്റാത്തവരായി ആരുണ്ട് ദാമു എന്ന് ചോദിച്ച മാതിരി ഏത് വിശ്വാസിയും ഒരുപക്ഷെ പ്രേമിച്ചു പോകും. ഇന്നലെ നമ്മൾ സംസാരിച്ച തങ്ങൾ പാപ്പ തന്നെ പ്രണയത്തിന് വേണ്ടി വല്ലാതെ ദാഹിച്ചു വലയുന്നത് നമ്മൾ കണ്ടു. അപ്പൊ അതൊക്കെ ഒരു എന്താ പറയാ, ഒരു ദുർബല നിമിഷത്തിൽ സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനും കൊതിക്കുന്ന കാമുക മനസ്സ് ഏത് വിശ്വാസിയുടെ ഉള്ളിലും ഒരുപക്ഷെ ഉണർന്നേക്കാം. നമ്മൾ അതിനെ കുറ്റം പറയുന്നില്ല, സഹജമാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസിയായിട്ടുള്ള ഒരാൾ, നിസ്കാര ഓത്തൊക്കെ ഉള്ള ഒരു ചങ്ങാതി, നല്ലൊരു ബാല്യക്കാരൻ ഒരു പെൺകുട്ടീനെ സ്നേഹിച്ചു. നോക്കണേ നിങ്ങള്, അല്ല ഇത് കണ്ടോണ്ടിരിക്കുക. ബാല്യക്കാരൻ ഈമാനുള്ള കുട്ടിയാണ്, നിസ്കരിക്കുന്ന കുട്ടിയാണ്, നല്ലൊരു ബാല്യക്കാരനാണ്, നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ ബാല്യക്കാരനാണ്, പ്രേമിച്ചു. സ്വാഭാവികം. ആ പെൺകുട്ടി നിസ്കരിക്കുന്നില്ല. പ്രണയത്തിലൂടെ റിദ്ദത്ത് പകരുമോ ഉസ്താദെ? പ്രണയിക്കുന്നതിനിടയിൽ വിശ്വാസങ്ങൾ പരസ്പരം പകരുമോ? എനിക്കറിയില്ല. ഒരാളെ പ്രേമിച്ചാൽ അയാളുടെ ഈശ്വര വിശ്വാസമോ നിരീശ്വര വിശ്വാസമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയപരമായിട്ട് പകരുമോ? വ്യക്തിത്വങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തോ ആവട്ടെ, എന്റെ സംശയം അതല്ല. അള്ളാഹ്ക്ക് എന്തായിരുന്നു പണി? എന്നിട്ട് ആ അള്ളാഹിനോട്, ഇത് നോക്കി കുത്തിരുന്ന അള്ളാഹിനോടാണ് പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് റഹ്മത്തുള്ളാഹിൽ കാസിമി. അപ്പൊ വിശ്വാസികളോട് പറയാനുള്ളത്, പടച്ചോനൊന്നും നിങ്ങളെ ഈമാൻ രക്ഷിക്കാൻ വരൂല, നിങ്ങളെ ഈമാൻ നിങ്ങൾ തന്നെ കാത്തോളണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ, വിശ്വാസികൾ ആലോചിക്കേണ്ടത് ഇതിലൊന്നും പടച്ചോൻ ഇടപെടൂല, നിങ്ങളെ ഈമാൻ നിങ്ങൾ തന്നെ കാത്തോളണം. വേറെ ഒരു പടച്ചോനും നിങ്ങളെ ഈമാൻ രക്ഷിക്കാൻ വരൂല. അപ്പോൾ പ്രേമിച്ച് നടക്കുന്ന കാലത്ത് കാമുകി ഈശ്വരവിശ്വാസം അല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ദൈവവിശ്വാസം അല്ലാത്തതുകൊണ്ട് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരൻ, നല്ലൊരു ബാല്യക്കാരൻ, ഓൻ നിരീശ്വരവാദിയായിപ്പോയി. അപ്പോൾ ഷേഖന്മാര് കാഫിറാക്കും, കാമുകിമാരും ഭാര്യമാരും കൊണ്ടുപോയി ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ പുരുഷന്മാരെ നരകത്തിലേക്ക് തള്ളുന്ന കാലം വരാനുണ്ട് എന്ന് മുത്ത് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് എന്നാണ് കാസിമി പറയുന്നത്.
നരകത്തിന്റെ വാതിൽക്കൽ വാളന്മാർ വരും. ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ നരകത്തിന്റെ വാതിൽക്കൽ വാളന്മാർ വരും. ആരെങ്കിലും അവർക്ക് വഴിപ്പെട്ടാൽ ഈ വാളന്മാർ നരകത്തിലിടും. ഈ വയലുമാരെന്ന് പറഞ്ഞാൽ ആരെന്ന് മനസ്സിലായില്ലേ? ഉസ്താദ് ഇപ്പൊ പറയുന്നത് പോലെ വയലു പറയുന്ന മൂല്യന്മാർ, മതപ്രഭാഷണവും പ്രചാരണവും പ്രബോധനവുമായിട്ട് സ്റ്റേജ് കീഴടക്കുന്ന വലിയ വലിയ ആലിമീങ്ങൾ, വയലു പറയുന്ന ആൾക്കാര്, അവര് അവസാന കാലാവുമ്പോൾ നരകത്തിന്റെ വാതിക്കലായിരിക്കും ഇവരുടെ സ്റ്റേജിന്റെ തൊട്ട് പുറകിൽ നരകമായിരിക്കും. ഇവരിങ്ങനെ വയലു പറയും. ആ വയലിൽ ആകൃഷ്ടരായിട്ട് വിശ്വാസി സമൂഹം അവിടത്തേക്ക് ഇങ്ങനെ ആകൃഷ്ടരായി ചെന്നാൽ ഈ വയലന്മാര് പറഞ്ഞത് കേട്ടാൽ ഇവരുടെ വഴിയെ പോയാൽ ഇവർ നേരെ പോയി നരകത്തിലേക്ക് വീഴും. അപ്പൊ ശേഖന്മാര് നരകത്തിലിടും, കാമുകന്മാര് ആളുകളെ നരകത്തിലാക്കും, കാഫിറാക്കും. വയലു പറയുന്ന മൂല്യന്മാരും മനുഷ്യന്മാരെ കാഫിറാക്കും. പാപം പണിയ വിശ്വാസികളുടെ അവസ്ഥകൾ ആലോചിച്ചോക്ക്. ചുറ്റും കാഫിറാക്കാൻ നടക്കുന്ന കൗമ്. അതിനൊക്കെ എത്ര ഉദാഹരണമുള്ള. അത് പറഞ്ഞ് മുഴുവനാണ് പറഞ്ഞ ഞങ്ങൾ പോലും ഇവിടുന്ന് പേണിട്ടു പേടിയായിട്ട് ഞാൻ പറയാതിരിക്കാം. ഈ വയലെങ്കിലും നല്ല എനിക്ക് പിരിയണല്ലോ എന്ന് വിചാരിച്ചു. ഉസ്താദ് പറഞ്ഞു ഇങ്ങനെ നരകത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന വയലന്മാര് ഇഷ്ടം പോലെ നമ്മളെ ചുറ്റിലുണ്ട്. ഞാനിപ്പോൾ ആൾക്കാരെ പേര് പറഞ്ഞ നിങ്ങളെല്ലാവരും ചിലപ്പോൾ എഴുന്നേറ്റ് പോകും. അതുകൊണ്ട് ഈ വയലെങ്കിലും നല്ല നിലക്ക് പിരിയണമെന്ന് വെച്ചിട്ട് ഞാൻ തൽക്കാലം മിണ്ടാതിരിക്കുകയാണ്. റഹ്മത്തുള്ളാഹി അൽ ഖാസിമിന്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് അദ്ദേഹം ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈമാൻ കുത്തിയെടുക്കുന്ന വയലന്മാരുടെ പേര് വിവരങ്ങൾ താമസിയാതെ പുറത്തുവിടും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പൊ എന്തായാലും ഇപ്പോൾ ചുറ്റിലും വയലു പറയുന്ന പല വയലന്മാരും വിശ്വാസികളെ ഈമാൻ തെറ്റിക്കാനും അവരെ നരകത്തിൽ കൊണ്ട് തള്ളാനും പണിയെടുക്കുന്നവരാണ് എന്നാണ് ഖാസിമിയുടെ ഒരു വിലയിരുത്തൽ. വയലന്മാർ നരകത്തിലേക്ക് ജനങ്ങളെ എത്തിക്കും എന്ന് നിങ്ങൾ കാരക്കുന്നിൽ വെച്ച് പറഞ്ഞല്ലോ. അതെന്താണ് നിങ്ങൾ എന്നോട് ഒറ്റക്ക് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും. ഇതിന്റെ ഒക്കെ പുറത്ത് പോലെ നിങ്ങൾ ഒറ്റക്ക് ഒരു ചോദിക്കും. എന്താ പരസ്യമായി പറഞ്ഞാൽ അത് മനുഷ്യനിപ്പോ മനസ്സിലാവും. ഒരു കാര്യം മനസ്സിലാകാതെ പറയാൻ പാടില്ല, പക്ഷെ നടക്കും. അതാണ്. അപ്പൊ ഈ വയലു പറയുന്ന പോലെ നരകത്തിലിടുന്ന വയലന്മാരെ എങ്ങനെ തിരിച്ചറിയാം എന്ന് ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്വകാര്യമായിട്ട് കാസിം ഉസ്താദിന്റെ അടുത്ത് പോയി പറഞ്ഞാൽ കാസിം ഉസ്താദ് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു തരും. ഇന്ന വയലന്മാരൊക്കെ നിങ്ങളെ നരകത്തിൽ കൊണ്ടുപോകണാലാണ് ഓലെ വയലിൽ തൽക്കാലം മാറി നിന്നോളീന്ന് ഉസ്താദ് നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വയലന്മാർ ജാഗ്രത, വിശ്വാസികളും ജാഗ്രത. ഒരാളെ എങ്ങനെ മനസ്സിലാക്കുക? നല്ല നീണ്ട താടി, നീളം കുപ്പായം, എപ്പോഴും എന്താ പറയണേ, ഓന്റെ കാഴ്ചയിലും നല്ല മനുഷ്യനായിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇവൻ നിങ്ങൾ നരകത്തിലേക്ക് ക്ഷണിക്കുമായിരിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അറിയില്ല, തിരിച്ചറിയില്ല. അപ്പൊ ഇനി ബാക്കിയുള്ളത് ആരാണ്? സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള മുത്തക്കികളാണ് എന്ന് നമുക്ക് തോന്നുമ്പോൾ കയ്യിൽ തസ്ബീഹ് കൃത്യമായിട്ട് സുബഹി നിസ്കാരവും ജമാഅത്ത് മുടക്കാത്ത ഒറ്റ വക്കത്തും ഖളാ മുത്തക്കിയാണ് എന്ന് നമുക്ക് തോന്നുന്ന പല ആൾക്കാരും. അപ്പൊ ആളെ കാണുമ്പോൾ നല്ലൊരു ഈമാനുള്ള ഒരാള്, നല്ല വിശ്വാസിയാണ് നമുക്ക് തോന്നും. തൊപ്പി വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ നെറ്റിൽ വലിയ നിസ്കാരത്താമ്പുണ്ടാവും, കയ്യിൽ തസ്ബീഹ് ഉണ്ടാവും. നിങ്ങൾക്ക് അറിയില്ലേ അങ്ങനത്തെ കുറെ ആൾക്കാർ? വിശ്വാസമില്ലാത്തവർ, വിശ്വാസിയായി അഭിനയിക്കുന്നവർ, വിശ്വാസി സമൂഹത്തിന്റെ കൂടെ ഇഴകിച്ചേർന്ന് ജീവിക്കുന്നവർ, ഒറ്റ വക്കത്തും നിസ്കാരം ഒഴിവാക്കാത്തവർ, സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിൽ പോകുന്ന എത്രയോ മുനാഫിക്കുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഉസ്താദ് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം തരക്കേടില്ലാതെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം അവര് സുബഹിക്ക് ജമാഅത്തിലുണ്ടാവും. എന്താ ചെയ്യുക? എങ്ങനെ തിരിച്ചറിയും? അവർ ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്നവർ, ഇസ്ലാമിന് വേണ്ടി വാദിക്കുന്നവർ, മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരായിരിക്കും. എന്താ ചെയ്യുക? സ്വന്തം നിഴലിനെ പോലും ഈമാനിന്റെ കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അദാബിന്റെ അങ്ങറ്റത്താണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ മനുഷ്യർ ജീവിക്കുന്നത്. മൂല്യന്മാർക്ക് ഇത് ഇങ്ങനെ കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് നമ്മൾ സംസാരിച്ച ഒരു വീഡിയോയിൽ ഇദ്ദേഹം പറയുന്നുണ്ട്, ഭയങ്കര പ്രശ്നമാണ് ഇപ്പോഴുള്ള ഈ പ്രതിസന്ധി മറികടക്കാൻ ഇന്ന് നമ്മുടെ പണ്ഡിത നേതൃത്വത്തിന് കഴിയില്ല, ഇന്നുള്ള പണ്ഡിതന്മാർക്ക് കഴിയില്ല. അതിന്റെ കാരണം എന്താ? ഇതന്നെ. ഇന്നെന്താ ദിവസം? ഞായർ. ഇന്നലെ മിഞ്ഞാന്ന് വെള്ളിയാഴ്ച രാവിലെ ദാറുൽ ഖുർആനിൽ ദിവ്യാനുരാഗ പ്രകീർത്തനം എന്നൊരു പ്രഭാഷണം നമുക്കൊക്കെ അറിയാം. 220ാമത്തെ പ്രഭാഷണം മിഞ്ഞാന്ന് കഴിഞ്ഞ് ഞാനിങ്ങനെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരാൾ കൂടി വന്നു. അയാളോട് എന്നോട് പറഞ്ഞു, സാറേ ഒരു രഹസ്യം ഞങ്ങളോട് പറയാണ്ട്, ഇനിയിപ്പോ പറയാതിരിക്കാൻ വയ്യ, ഞങ്ങളോട് പറയാണ്. എന്തേന്ന്? അപ്പൊ ഇദ്ദേഹം കുറെ കാലമായിട്ട് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ഒരു നഗ്ന സത്യം ഇനിയും മനസ്സിൽ മൂടി വെക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ഇത് ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ? ഇദ്ദേഹത്തിന് ഇതറിയാം, ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. ആരോടെങ്കിലും പറയണ്ടേ? പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കണ്ടേ? അതുകൊണ്ട് നേരെ കാസിം ഉസ്താദിനെ കണ്ടപ്പോൾ കാസിം ഉസ്താദിനോട് രഹസ്യത്തിന്റെ കെട്ടയച്ചു. എന്താ പ്രശ്നം? എന്താണ് അദ്ദേഹത്തെ അലട്ടുന്ന പ്രശ്നം? നിങ്ങൾക്ക് കേൾക്കണ്ടേ? കേട്ടോളി. എനിക്ക് ചില പള്ളി ഇമാമിങ്ങളെ അറിയും, അവർ നിരീശ്വരവാദികളാണ് എന്ന് പറഞ്ഞു. പടച്ചോനെ, പള്ളിയിലെ ഇമാമ് ഖത്തീബന്മാർ നിരീശ്വരവാദികളാണ്.
എനിക്കറിയാം ഉസ്താദേ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വയല് കേൾക്കുന്നു നിങ്ങൾക്ക് കുട്ടിക്കാലത്ത് തോന്നിയിരുന്നു? ഇല്ല. എന്ന് മാത്രമല്ല, നമ്മുടെ ഈമാൻ പോകുന്നത് നമ്മൾ കുട്ടിക്കാലത്ത് ആലോചിക്കണം. മദ്രസ പോകുമ്പോൾ, പഠിക്കുമ്പോൾ, പിന്നെയും പഠിക്കുമ്പോൾ, മദ്രസയിൽ പഠിച്ച ഇസ്ലാം പോരാഞ്ഞിട്ട് ഉസ്താദുമാരെ തേടി പോകുമ്പോൾ, കിതാബുകൾ പരതി നടക്കുമ്പോൾ, വയലിനൊക്കെയും പോകുമ്പോൾ, റഹ്മത്തുള്ളാഹി അൽ കാസിമി മണ്ണാർക്കാട് അവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ എല്ലാ മാസവും ആദ്യത്തെ തിങ്കളാഴ്ച ഖുർആൻ ക്ലാസ് ആയിട്ട് വരും. ആ സമയത്ത് പരമാവധി ദിവസങ്ങളിൽ അവിടെ പോകാൻ ശ്രമിക്കാറുണ്ടായിരുന്നു ഞാൻ. അന്നൊന്നും കാസിം ഉസ്താദ് ഇങ്ങനെ ഒരു വയൽ പറയും എന്ന് ഞാൻ നിരീക്ഷിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാരണം ഞാൻ കാസിം ഉസ്താദിന്റെ വയൽ കേൾക്കാൻ പോകാൻ അന്നൊരു കാരണം ഉണ്ടായിരുന്നു. കാസിം ഉസ്താദാണ് ഖുർആൻ ക്ലാസ് നടത്തുന്ന ഏക സുന്നി പണ്ഡിതൻ. EK സുന്നി വിഭാഗത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരൊക്കെ പണ്ട് കുറച്ചു കാലം മുമ്പ് AP ഉസ്താദ് പറഞ്ഞ മാതിരി ഒരായത്തും കുറച്ച് ഹദീസും ബാക്കി ചരിത്രവും ഒക്കെ കൂടി ആയിട്ട് വിശ്വാസികളെ ഈ ഒരു മായികമായ അവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്ന വയൽ പറയുക എന്നതാണ് ശരി. അല്ലാതെ വെറുതെ ഇങ്ങനെ കുറെ ഖുർആൻ ഓതി അർത്ഥം പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് AP അബൂബക്കർ മുസ്ലിയാർ പണ്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ റഹ്മത്തുള്ളാഹി അൽ കാസിമി അങ്ങനെയല്ല, അദ്ദേഹം കൃത്യമായി ഖുർആൻ ക്ലാസ് നടത്തിയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഖുർആൻ ക്ലാസ് കേൾക്കാൻ വേണ്ടി നിരവധി ആളുകൾ വരുമായിരുന്നു. അദ്ദേഹത്തിന്റെ ശൈലിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വിശ്വാസിയായപ്പോൾ. അപ്പൊ അതൊക്കെ നമ്മൾ കേൾക്കുന്നത് നമ്മൾ വിശ്വാസം ഊട്ടിയുറപ്പിക്കാനും വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാനും ദീനിനെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച്, ഇബാദത്തുകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണല്ലോ. അന്നൊന്നും നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ ഇസ്ലാം വിട്ട് പുറത്തു വരുമെന്നോ ഇന്ന് ഇങ്ങനെ കാസിം ഉസ്താദിന്റെ ഒരു വീഡിയോ വെച്ചിട്ട് നമ്മൾ ഇതിനോട് റിയാക്ട് ചെയ്യുമെന്നോ നമ്മൾ ആരും പ്രതീക്ഷിക്കണം. കാസിം ഉസ്താദ് ഇങ്ങനെ ഒരു വയൽ പറയുമെന്ന് വേറെ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് കാസിം ഉസ്താദിന്റെ അടുത്ത് ഒരാൾ വന്ന ഈ അനുഭവം പറഞ്ഞപ്പോ അയാൾ പറയണത്, പഠിച്ചോനെ പള്ളിക്കത്തെ ഇമാമോ. ബാക്കിലിരിക്കുന്ന ആൾ ചോദിക്കാം, അത്ഭുതപ്പെടാനൊന്നുമില്ല. എത്രയോ പള്ളികളിലെ ഇമാമുമാർ എന്നെ വിളിച്ച് സംസാരിക്കാറുണ്ട്. മദ്രസയിൽ 9 മണി വരെയും ക്ലാസ് എടുത്തിട്ട് 9:30 ചെലവ് കുടിയിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണവും കഴിച്ചിട്ട് കയ്യും കഴുകി വീട്ടിലേക്ക് നടക്കുന്ന സമയത്ത് എന്നെ വിളിക്കുന്ന മദ്രസ ഉസ്താദുമാരുണ്ട്. വിശ്വാസികൾക്ക് പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോഴും ഒരു ഞെട്ടലാണ്, ഒരു അത്ഭുതമാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് സൊസൈറ്റി എത്തിപ്പോവുക. ഒരു പണിയെടുക്കും, അവരെ കൽബിലാരില്ല, അല്ലാഹ് വിശ്വാസമല്ല. ഒരു പഠിച്ച തൊഴിലാണ്, അപ്പോൾ കുത്തുപോടും, അല്ലാഹ് വിശ്വാസം ഉണ്ടാവില്ല. എന്ത് ചങ്ങായിമാരങ്ങൾ നോക്കണെന്നാണ് ഉസ്താദ് ചോദിക്കുന്നത്, കാസിം ഉസ്താദ് ചോദിക്കുന്നത്. നിങ്ങൾ എന്ത് ചങ്ങായിമാരങ്ങൾ ഇങ്ങനെ നോക്കണം, എന്തെങ്കിലും മുണ്ടാണ്ടിരിക്കണെന്ന്. ഇതൊക്കെ ഉള്ള സംഭവമാണ്, എന്താ ചെയ്യാ. നിലയ്ക്കാണ് ഈ പറഞ്ഞതും വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. പഠിച്ചത് അതാണ്. ഭൗതിക വിദ്യാഭ്യാസം പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല. മതവിദ്യാഭ്യാസം, ആലിമ്, ബിരുദം അങ്ങനെ പോയി. പള്ളിക്കത്ത് ദർസാണ്, മദ്രസയിലെ സദറാണ്, ശമ്പളം അതാണ്, ജീവിതമാർഗം അതാണ്, വേറെ തൊഴിലൊന്നും അറിയില്ല. ഈ മാനൊക്കെ പോയി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യുക? ഹുത്തുബോധം അല്ലാണ്ട് എന്ത് ചെയ്യുക? ഹുത്തുബയിലെ പുസ്തകം കിതാബ് കിട്ടും, അത് വെച്ച് ഹുത്തുബോധും നല്ലോണം പ്രാർത്ഥിക്കും. എന്തപ്പോൾ ചെയ്യുക? അതൊരു തൊഴിലാണ്, അവരത് ചെയ്യും. ചിലവർക്ക് പള്ളിയിലെ ഇമാമാണ് തൊഴിൽ, ഇമാമത്ത് നിൽക്കലാണ് തൊഴിൽ. ചിലവർക്ക് മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കലാണ് തൊഴിൽ. ചിലവർക്ക് വയല് പറയലാണ് തൊഴിൽ. ചിലവർക്ക് പ്രബോധനമാണ് തൊഴിൽ. പ്രബോധനം തൊഴിലാക്കിയവന്റെ ഈമാൻ പോയാലും പടച്ചോൻ അല്ലാതെ വേറെ ആർക്കെങ്കിലും തിരിയോ? പടച്ചോനാണെങ്കിൽ ഇതിലൊന്നും വലിയ കാര്യമില്ലായിരുന്നു. കാരണം ഇബിലീസിനെ കയറൂരി വിട്ടുകയല്ലേ. ആരെ വേണേ പേപ്പിച്ചോ, എന്ത് വേണേ ചെയ്തോ, ആരെ ഈമാൻ മണിയെടുത്തോ, ഞാനൊന്നും കുഴപ്പാക്കൂല. ആരെഞ്ഞിപ്പോൾ നിങ്ങൾക്ക് ഒരു രക്ഷ ഉള്ളത്? നിങ്ങളെ ഈമാൻ സംരക്ഷിക്കാൻ ഇനി ആരുണ്ട്? ലൈറ്റ് ഓഫ് മിഹ്റാബ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് ഇപ്പം മിഹ്റാബിൽ നിറയെ രിദ്ധത്തിന്റെ ഇരുട്ട് നിറയാണോ കാസിമി? എന്താ ചെയ്യാ? ഞാൻ ആ ഷോക്കിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. ഇതൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഒരു പ്രസംഗം നിൽക്കെ പറയാം. ഇതൊരാൾ ഓടി വന്നിട്ട് നമ്മളോട് പറയാൻ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഈ ആളെ ഞാൻ അറിയും, നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം. എനിക്കറിയാം ചില പള്ളി ഇമാമിങ്ങൾ, നിരീശ്വരവാദികളായ പള്ളി ഇമാമികളെ എനിക്കറിയാം. ബാക്കിലിരിക്കുന്ന ആള് കാസിമിനൊന്ന് സൂക്ഷിച്ചു നോക്കുന്നത്, അല്ല കാസിം ഉസ്താദ് നിങ്ങളത്തെ ആണോ എന്നാണ് ബാക്കിലിരിക്കുന്ന ആള് വായിൽ വരലിട്ടൊന്നും ഇങ്ങനെ സൂക്ഷിച്ച് കാസിം ഉസ്താദിനെ നോക്കണം. എനിക്കും കുറച്ചൊക്കെ ചില വയൽ കേൾക്കുമ്പോൾ കാസിം ഉസ്താദിനോട് ചോദിക്കണം തോന്നിയിട്ടുണ്ട്, അല്ല ഉസ്താദെ ശരിക്കും നിങ്ങൾക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോ? അതോ നിങ്ങൾ ഇതൊരു തൊഴിലായി പഠിച്ചു എന്നതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നാണോ? നിങ്ങൾക്ക് അങ്ങനെ പല ഉസ്താദുമാരെ കുറിച്ചും തോന്നുന്നുണ്ടാവും. അപ്പൊ ഇവര് ആ മഹലിൽ തുടർന്ന് നിസ്കരിക്കണം. ആരെ തുടരുക? കാഫിറിനെ. ഖതീബാര കാഫിർ. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എവിടേക്ക് ആര് കാക്കും നിങ്ങൾ പറഞ്ഞ കാസിമി? അല്ലയോ? ഇക്കോലത്തിലാവുന്നവരെ നോക്കിയിരുന്ന അല്ല നിങ്ങളെ കാത്തിരക്ഷിക്കുവോ? ഇതിന്റെ അവസാനം എനിക്ക് കാസിമി ഉസ്താദിനോട് ഒരു ചോദ്യം ചോദിക്കാണ്ട്. ഈ വീഡിയോ നിങ്ങൾ പറഞ്ഞു തീർത്തിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്താണ് ഇതിന്റെ കാരണം, എന്താണ് പരിഹാരം? ഒരു പരിഹാരം എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. കാസിമി ഉസ്താദ് ഈ പ്രഭാഷണത്തിനിടയിൽ പറഞ്ഞു പോകുന്ന പഴയ കാലത്തിന്റെ ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ അവർ ഒരു തരത്തിൽ പോസിറ്റീവായിട്ട് കണ്ടിരുന്നു. ഇപ്പോഴുള്ള ഒരു പ്രശ്നം കാസിം ഉസ്താദ് പറയുന്നുണ്ട്, അതിനൊരു പരിഹാരവും ഞാൻ നിർദ്ദേശിക്കാം. മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം കൂടിയാലോചിച്ച് അങ്ങനെ ഒരു സംവിധാനം കഴിയുമോ എന്ന് നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വല്ലാത്തൊരവസ്ഥയായിരിക്കും. നിഴലിനെ വിശ്വസിക്കാൻ പറ്റില്ല.
പിന്നെയല്ലേ പള്ളിക്കത്തെ ഇമാമിന് ഖത്തീബിന്? പള്ളി കമ്മിറ്റിയിൽ കാഫറുകൾ എനിക്കറിയാം. എത്ര? നിങ്ങൾ എന്തിനാണ് ചിരിക്കണേ? നിങ്ങൾ ചിരിക്കല്ലേ, ഇത് ചിരിക്കേണ്ട വേളാണോ? ചിരിക്കേണ്ട വേള? നിങ്ങൾക്കൊക്കെ ചിരി വരിക. ഉസ്താദിന്റെ ഉള്ളിൽ ആന്തൻ ഇതുവരെ മാറിയിട്ടില്ല. അന്നാ ആള് വന്ന് പറഞ്ഞു, ഞെട്ടിപ്പോയി. പള്ളിക്കത്തെ ഇമാമെ ഖത്തീബെ മുർത്തദിനെ തുടർന്ന് നിസ്കരിക്കുകയും മുർത്തദിന്റെ ഖുതുബ കേൾക്കുകയും മുർത്തദ് മദ്രസയിൽ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്താ അവസ്ഥ എന്ന്. അപ്പൊ നമ്മളിങ്ങനെ നടക്കുമ്പോൾ രാവിലെ മുസ്ലിം രാത്രി കാഫിർ, രാത്രി മുസ്ലിം രാവിലെ കാഫിർ എന്ന അവസ്ഥയിലേക്ക് ആളുകൾ ഇങ്ങനെ മിന്നി മിന്നി കളിക്കാൻ നമ്മൾ ഇനി എന്ത് ചെയ്യും? يصبح الرجل مؤمنا ويمسي كافرا يمسي مؤمنا ويصبح كافرا. നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്നാണ് ചോദ്യം. ഈ കാര്യത്തിൽ ഒറ്റ പരിഹാരം പറഞ്ഞിട്ട് കുറച്ചു നേരം കമന്റ് ബോക്സിൽ സംസാരിക്കാമെന്ന് വിചാരിക്കണം. ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ആലോചിക്കണം. എന്തായാലും ഇപ്പൊ ഇങ്ങനെ കലങ്ങി മറിഞ്ഞു. ആരാണ് നെല്ലും ബദലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ആരൊക്കെ വിശ്വാസമുള്ളവര് ആരൊക്കെ വിശ്വാസമില്ലാത്തവരെന്ന് തലയിക്കെട്ടോ താടിയോ വേഷമോ ചെയ്യുന്ന ജോലിയോ പറയുന്ന വയലോ കെട്ട് വിശ്വസിക്കാൻ പറ്റാത്ത കാലം. എന്താണ് ഇതിന് പരിഹാരം? കാസിം ഉസ്താദ് ഇതേ വയലിൽ മുൻകാലത്തെ കുറിച്ച് പറയുന്നുണ്ട്. അന്ന് വിശ്വാസമുള്ളവർ വിശ്വാസമില്ലാത്തവർ എന്നിവരെ കൃത്യമായി തിരിച്ചറിയുന്ന ഒരു കാലമായിരുന്നു എന്നാണ് പറയുന്നത്. വിശ്വാസമില്ലാത്ത പള്ളി കയറൂല, അവൻ സിനിമക്കും പോവും, കള്ളും കുടിക്കും, പലിശയും കൊടുക്കും. വിശ്വാസം ഉള്ളവൻ ചിലപ്പോൾ പള്ളിക്ക് മര്യാദക്ക് വരൂല, പക്ഷെ അവൻ കള്ളു കുടിക്കൂല, പലിശ കൊടുക്കൂല, വാങ്ങൂല, ബാങ്ക് ഇടപാടുമായിട്ട് ബന്ധപ്പെടൂല. അതുകൊണ്ട് വിശ്വാസമില്ലാത്തവനും ഉള്ളവനും വേറെ വേറെ പെട്ടെന്ന് തിരിച്ചറിയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നാണ് ഉസ്താദ് പറയുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. പള്ളിയിലെ ഇമാമിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമായിട്ട് മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അതിന്റെ ഉത്തരവാദിത്തം ഇസ്ലാമിനാണ്, ഉമ്മത്തിനാണ്. ഒരാളുടെ വിശ്വാസമോ അവിശ്വാസമോ അയാൾക്ക് സ്വതന്ത്രമായി പ്രകടിപ്പിക്കാനും പറയാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുത്താൽ നിങ്ങൾ കുറച്ചൊക്കെ ഈ പ്രശ്നത്തിന് പരിഹാരം നേടും. ഇതിപ്പോ എന്താ അറിയോ കാസിം ഉസ്താദേ, ഒരാൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. ഇപ്പൊ പള്ളിയിലെ ഇമാമാണ്, വിശ്വാസം അല്ലാണ്ടായി. ആ പള്ളിയിലെ ഇമാമിന് എനിക്ക് വിശ്വാസമില്ല എന്ന് പറയാനുള്ള ധൈര്യമില്ല. എന്തുകൊണ്ട് ധൈര്യമില്ല? മുസ്ലിം ഉമ്മത്തിനെ പേടിയാണ്, ഇസ്ലാമിക നിയമത്തെ പേടിയാണ്. ശരീഅത്തിൽ മുർത്തദിനെ കൊല്ലണമെന്നുണ്ട്. EK സുന്നിയിലും AP സുന്നിയിലും മദ്രസയിൽ മുർത്തദ് കൊല്ലപ്പെടേണ്ടവനാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിനെ കുറിച്ച് ചോദ്യം ചോദിക്കുകയോ മതത്തിനകത്ത് നിന്ന് മതത്തിൽ എന്തെങ്കിലും തിരുത്തൽ ആവശ്യപ്പെടുകയോ ചെയ്യുന്നവർക്ക് ഈ സമുദായത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഈ പള്ളി കമ്മിറ്റിയും മൗലിയന്മാരും ഉമ്മത്തും എല്ലാവരും കൂടെ ചേർന്ന് വീട് ഉപരോധിക്കും, കച്ചവടം പൂട്ടിക്കും, കുടുംബം തകർക്കും. അതുകൊണ്ട് ആർക്കും പറയാൻ ധൈര്യമില്ല. അപ്പൊ പിന്നെ അവർ ബെറ്റർ എന്ത് ചെയ്യും? പള്ളിക്കെന്ന് നല്ല ചെലവും കിട്ടും, ശമ്പളം കിട്ടും, ജോലിയായി. ആള് ജോലി ചെയ്യും, കുടുംബവും തകരൂല, ജോലിയുണ്ട്, വരുമാനമുണ്ട്. അയാളുടെ വിശ്വാസമില്ലായ്മ അയാൾക്കല്ലേ, അയാൾക്ക് അതൊരു തടസ്സമല്ല. അപ്പൊ ഈ പ്രശ്നത്തിന്റെ പരിഹാരങ്ങളെടുത്താണ്. വിശ്വാസമില്ലാത്തവർക്ക് ജീവിക്കാനുള്ള അവകാശം ഉണ്ടെന്നും വിശ്വാസമില്ലാത്തവൻ വിശ്വാസമില്ലായ്മ തുറന്നു പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കൂല, അവന് വിശ്വാസമില്ല എന്ന് തിരിച്ചറിയും എന്ന് മാത്രമേ സംഭവിക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയാൽ ഈ പ്രശ്നം, ഈ നിങ്ങൾക്ക് ഈ കള്ളനും പോലീസും കളി അവസാനിപ്പിക്കാൻ കഴിയും എന്നാണ് ഞാൻ പറയാനുള്ളത്. അതുകൊണ്ട് കാസിം ഉസ്താദെ ഇതൊന്ന് പുറത്തു കിടക്കാൻ ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. വിശ്വാസമില്ലാച്ചിട്ട് നിങ്ങൾ ഒന്നും പേടിക്കണ്ട. വിശ്വാസമില്ലാത്തവർ നിങ്ങൾ തുറന്ന് പറഞ്ഞാളി, നിങ്ങൾ ആരും ഒന്നും ചെയ്യൂല, നിങ്ങളെ ജോലി കളയൂല, നിങ്ങളെ കുടുംബം തകരൂല. ഉള്ളവർ വിശ്വാസത്തിൽ നിൽക്കട്ടെ, ഇല്ലാത്തവരില്ലാന്ന് തുറന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംശയിക്കണ്ടല്ലോ എന്ന് നിങ്ങൾ പള്ളിയിൽ ആ തരത്തിലുള്ള ഒരു അന്വേഷണവും പരിപാടിയൊക്കെ നടത്തുന്നതായിരിക്കും ഈ ഊരാക്കുടുക്കുന്ന രക്ഷപ്പെടാനുള്ള ഏക മാർഗം എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അതേ ആശയം തോന്നുന്നുണ്ടെങ്കിൽ, കാരണം എനിക്കറിയാവുന്ന ഈ ഉസ്താദ് പറഞ്ഞതുപോലെ പള്ളിയിൽ ജോലി ചെയ്യുന്ന, മദ്രസയിൽ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ഇസ്ലാമികമായി പള്ളി കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഇഷ്ടം പോലെ ആളുകൾക്ക് അവർക്ക് ഭയമാണ്. ആരെ ഭയമാണ്? ഇസ്ലാമിനെ ഭയമാണ്, ഉമ്മത്തിന് ഭയമാണ്. അവരുടെ വിശ്വാസമില്ലായ്മ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതം കുട്ടിച്ചോറാക്കും എന്നവർ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് അവർ പറയാത്തത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് തിരിച്ചറിയാത്തത്. അതുകൊണ്ടാണ് ഇമാം പോയാലും പള്ളിക്ക് നിന്നിട്ട് ഖത്തീബ് മിമ്പർ കയറി നിന്നിട്ട് ഖുതുബ പറയുന്നത്. പക്ഷേ ഖുതുബ പറയുന്നത് ആൾക്ക് ഈമാൻ ഉണ്ടായിക്കൊള്ളുന്ന നിർബന്ധമില്ലാത്ത അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഇതിനുള്ള പരിഹാരം ആ പേടി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇവിടെ വിശ്വാസമുള്ളവനും ഇല്ലാത്തവനും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മളെ മഹല്ലത്തിലുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. വിശ്വാസമുള്ള ഭാര്യയും വിശ്വാസമില്ലാത്ത ഭർത്താവും, വിശ്വാസമില്ലാത്ത ഭർത്താവും വിശ്വാസമുള്ള ഭാര്യയും, ഇവർ ഒരുമിച്ച് ജീവിക്കട്ടെ, അവരെ കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് വളരട്ടെ. നമുക്ക് പോലെ ദൈവത്ത് നടത്തിയിട്ട് ഇതിലേക്ക് മാറ്റാൻ മാത്രം ശ്രമിക്കാം. ബാക്കി അവരെ ഭൗതികമായ ജീവിതത്തിൽ ഇടപെടൂല, അവരെ ജീവിതം കുട്ടിച്ചോറാക്കൂല എന്ന് ഉമ്മത്ത് ഒറ്റക്കെട്ടായിട്ട് ഒരു തീരുമാനം എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്താൽ ഇങ്ങനെ വൃത്തിക്ക് എണ്ണി എടുക്കാൻ പറ്റും. ഞാനൊരു ഏകദേശ കണക്ക് പറയാം. 10ൽ 3 ആൾക്ക് വിശ്വാസമില്ല. നിലവിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിനിടയിൽ 10ൽ 3 പേർ അവിശ്വാസികളോ അല്പവിശ്വാസികളോ ആണ്. പക്ഷെ അവർക്ക് പേടിയാണ്. ആ പേടി അങ്ങോട്ട് മാറിയാൽ അവരുള്ളതുപോലെ പറയും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എണ്ണി നോക്കാം. ഒരു വലിയ തറവാടാണ്. അപ്പൊ KK മൂലയിലെ 3 മുറിയിൽ വിശ്വാസികൾ, തെക്കേ മൂലയിൽ ഒരു മുറിയിൽ ഒരു അവിശ്വാസി ഉണ്ട്. കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു കുടുംബത്തിൽ ഇപ്പാക്ക് വിശ്വാസമുണ്ട്,
മൂത്ത മോൻക്ക് വിശ്വാസമില്ല, ഇളയ മോൻക്ക് വിശ്വാസമില്ല. അത് നമുക്ക് എണ്ണി എടുക്കാൻ പറ്റും. മഹലിൽ ഈ മൗലിദിന്റെ ബിരിയാണിയൊക്കെ എണ്ണുമ്പോഴേ കൃത്യം കണക്ക് കിട്ടും. നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്ക്. ഇത് മാത്രം നിങ്ങൾ മുമ്പിൽ മാർഗമുള്ളൂ, വേറെ മാർഗമൊന്നുമില്ല. അപ്പൊ എന്തായാലും ഇതൊരു വല്ലാത്ത ഊരാക്കുടുക്ക് തന്നെയാണ്. ഞാൻ എനിക്കറിയാവുന്ന ഒരു സൊല്യൂഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കി നിങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തി. അല്ലാണ്ട് ഇപ്പൊ നമ്മളെന്താ പറയാ.